ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. അതിലാദ്യത്തേതാണ് ബേൾസ് എന്ന് പറഞ്ഞാൽ ടിമ്പറിൻ്റെ യങ്ങർ ഏജിൽ തന്നെ അതിനെന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇറഗുലർ പ്രൊജക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഇതുപോലെ ഒരു ഇറഗുലർ പ്രൊജക്ഷൻ ഉണ്ടാകും. യങ്ങർ ഏജിൽ തന്നെ ടിമ്പറിന് അല്ലെങ്കിൽ ട്രീസിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇറഗുലർ പ്രൊജക്ഷൻ ഇതുപോലെ ഫോം ചെയ്യും. അതിനെയാണ് ബേൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കാലസ് എന്ന് പറഞ്ഞാലും ഇപ്പം ടിമ്പറിന് എന്തെങ്കിലും ഒരു വൗണ്ട് ഉണ്ടായാൽ, അതായത് എന്തെങ്കിലും മുറിവുണ്ട് നമ്മുടെ ശരീരത്ത് ഇപ്പോൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ സ്കിൻ അതിനെ കവർ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ട്രീസിൻ്റെ സർഫേസിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഒരു സോഫ്റ്റ് ടിഷ്യൂ ഇതുപോലെ കവർ ചെയ്യും. ഓക്കെ, സോഫ്റ്റ് ടിഷ്യൂ ഇതുപോലെ കവർ ചെയ്യും. അതിനെയാണ് കാലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാലസ് ഫോം ചെയ്ത ഭാഗമൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത് ഡിഫക്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിമ്പറിൽ അത് ട്രീസിന് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു സോഫ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സ്കിൻ അവിടെ കവറാവും, ഇതുപോലെ കവറാവും. അതിനെയാണ് കാലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ അറ്റാക്ക് മൂലം ഇതുപോലൊരു ഡിസ്കളറേഷൻ സംഭവിക്കും. ഓക്കെ, ഒരു കെമിക്കൽ അറ്റാക്ക് മൂലം ഒരു ഡിസ്കളറേഷൻ സംഭവിക്കും. അതിനെയാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിമ്പർ റാപ്പിഡ് ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആനുവൽ റിങ്സ് വൈഡറായിരിക്കും. ഓക്കെ, റാപ്പിഡ് ഗ്രോത്ത് മൂലം ടിമ്പറിൻ്റെ ആനുവൽ റിങ്സ് വൈഡറാവും. ആ ഒരു ഡിഫക്റ്റാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഗ്രോത്ത് മൂലം ട്രീസിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് മൂലം ആനുവൽ റിങ്സ് വൈഡറാവും. ഓക്കെ, അതിനെയാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡെഡ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിവിങ് ട്രീ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ടിമ്പർ തന്നെ എന്തോന്നാണ് മരം പട്ടുപോയെന്ന് പറയില്ലേ, നിന്നുകൊണ്ട് തന്നെ പട്ടുപോയെന്ന് പറയില്ലേ, അതാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഡ് വുഡ് അതാണ്. ദെൻ ഡ്രഗ്സിനെസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഡീക്കെയ്ഡ് ഇതുപോലെ വൈറ്റ് ഡീക്കെയ്ഡ് സ്പോട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെയാണ് ഡ്രഗ്സിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡ്രഗ്സിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറ്റ് ഡീക്കെയ്ഡ് സ്പോട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന് ഡ്രഗ്സിനെസ് എന്ന് പറയുന്നു. ദെൻ ഫോക്സിനെസ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറിലുള്ള സ്പോട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഫോക്സിനെസ് എന്ന് പറയുന്നു. അതൊരു നമ്മളത് എറൗണ്ട് പിത്തായിരിക്കും കേട്ടോ, പിത്തിന് ചുറ്റുമായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ റെഡിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് സ്പോട്ടൊക്കെ പിത്തിന് ചുറ്റുമുണ്ടെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് ഫോക്സിനെസ് എന്ന് പറയുന്നത്. ഈ ഫോക്സിനെസ് ടിമ്പറിന് ഇപ്പോൾ ഒരു ഓവർ മെച്യൂരിറ്റി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് വെന്റിലേഷൻ കാരണമോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ട്രീസ് ഒരു മാഷി സോയിലാണ് വളരുന്നതെങ്കിലോ അപ്പോൾ ഇത് കാരണം ഈ ഫോക്സിനെസ് എന്ന എഫക്റ്റ് ഉണ്ടാകാം. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ഡെഡ് വുഡ് എന്ന് പറഞ്ഞാൽ ടിമ്പർ പട്ടുപോയ മരം, അതാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. ഇതിൽ ഡ്രഗ്സിനെസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഡീക്കേഡ് സ്പോട്ടിന് പ്രസൻസ് ഉണ്ടെങ്കിലാണ് അതിനെയാണ് ഡ്രഗ്സിനെസ് എന്ന് പറയുന്നത്. ദെൻ ഫോക്സിനെസ് എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് അല്ലെങ്കിൽ റെഡിഷ് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട് പിത്തിന് ചുറ്റും ഫോം ചെയ്യുന്നതിനെയാണ് ഫോക്സിനെസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണ്? ഓവർ മെച്യൂരിറ്റി അല്ലെങ്കിൽ പുവർ വെന്റിലേഷൻ അല്ലെങ്കിൽ മാർഷി സോയിലൊക്കെയാണ് ട്രീ വളരുന്നതെങ്കിൽ അത് കാരണമാണ് ഫോക്സിനെസ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഡാർക്ക് ഹാർഡ് റിംഗ് ആണ്. അതായത് ഡാർക്ക് ഹാർഡ് റിംഗ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രീയുടെ ബ്രാഞ്ചിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നതാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ പോർഷനിലോട്ട് ന്യൂട്രിയൻസ് സപ്ലൈ ആയിക്കൊണ്ടിരിക്കും. സോ ഈ ന്യൂട്രിയൻസ് അവിടെ സപ്ലൈ ആയി ഡെപ്പോസിഷൻ സംഭവിച്ച് ആ ന്യൂട്രിയൻസിന് അവിടെ ഡെപ്പോസിഷൻ സംഭവിച്ച് അവിടെയാണ് ഒരു ഡാർക്ക് ഹാർഡ് റിങ് ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ടിമ്പറിന് ട്രീസിൻ്റെ ഒരു ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ന്യൂട്രിയൻസ് വന്ന് ഡെപ്പോസിഷനായിട്ട് അവിടെ ഒരു ഡാർക്ക് ഹാർഡ് റിങ് ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോട്ട്സ് സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ നോട്ട്സിനെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടടാ. അപ് ടു 6.50 mm ഡയമീറ്റർ. ഓക്കെ, അത് ഡയമീറ്റർ 6.5 വരെയാണെങ്കിൽ 5 mm ആണ്. 6.5 mm വരെയാണെങ്കിൽ അതിന് പിൻ നോട്ട് എന്ന് പറയുന്നു. ദെൻ 6.5 to 20 mm ഡയമീറ്റർ വരെയാണെങ്കിൽ സ്മാൾ നോട്ട് എന്ന് പറയുന്നു. ദെൻ 20 to 40 mm വരെയാണെങ്കിൽ മീഡിയം നോട്ട് എന്ന് പറയുന്നു. ദെൻ 40 mm ഗ്രേറ്റർ ആണെങ്കിൽ ലാർജ് നോട്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നോട്ടിന് അതിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ് ടു 6.5 mm ഡയമീറ്റർ വരെയാണെങ്കിൽ പിൻ നോട്ട് എന്ന് പറയുന്നു. 6.5 to 20 mm വരെയാണെങ്കിൽ സ്മാൾ നോട്ട് എന്ന് പറയുന്നു. 20 to 40 mm വരെയാണെങ്കിൽ മീഡിയം നോട്ട് എന്ന് പറയുന്നു. ഗ്രേറ്റർ ദാൻ 40 mm ആണെങ്കിൽ ലാർജ് നോട്ട് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത നോട്ട്സിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ടൈപ്സ് ആണ്. അതിൻ്റെ ടൈപ്സ് ആണ്
ആദ്യത്തേത് ഡെഡ് നോട്ട്. ഡെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഗ്രെയിൻസ് ലൂസ്ലി ഹെൽഡ് ആയിരിക്കും. അതായത് ലൂസ്ലി ഹെൽഡ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡെഡ് നോട്ട്. ഗ്രെയിൻസ് ആർ ലൂസ്ലി ഹെൽഡ്, ലൂസായിട്ടായിരിക്കും അതിൻ്റെ ഗ്രെയിൻസ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഡെഡ് നോട്ട്. ദെൻ ലൂസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് നോട്ടിൻ്റെ പ്രിലിമിനറി സ്റ്റേജിനെയാണ് നമ്മൾ ലൂസ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഡ് നോട്ടിൻ്റെ പ്രിലിമിനറി സ്റ്റേജിനെയാണ് ലൂസ് നോട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ലൈവ് നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ് ആർ ഫാമിലി ഫിക്സ്ഡ്, അതായത് ഗ്രെയിൻസ് ഒക്കെ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലെയിൻ ചെയ്യാൻ ഡിഫിക്കൾട്ടായിരിക്കും. ഓക്കെ, പ്ലെയിനിങ്ങിന് നമുക്ക് ഡിഫിക്കൾട്ടായിരിക്കും, അതാണ് ലൈവ് നോട്ട്. ദെൻ ടൈറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് നോട്ടിൻ്റെ തന്നെ പ്രിലിമിനറി സ്റ്റേജിനെയാണ് ടൈറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ലൈവ് നോട്ട്, ലൈവ് നോട്ടിൻ്റെ പ്രിലിമിനറി സ്റ്റേജിനെയാണ് ടൈറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡീക്കേഡ് നോട്ട്. ഡീക്കേഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫംഗൈഡ് അറ്റാക്ക് മൂലം ഉണ്ടാകുന്നതാണ് ഡീക്കേഡ് നോട്ട്. അതിന് അൺസൗണ്ട് നോട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ഫംഗൈഡ് അറ്റാക്ക് മൂലം ഉണ്ടാകുന്നതാണ് ഡീക്കേഡ് നോട്ട്. ഓക്കെ, ഡീക്കേഡ് നോട്ട്. ദെൻ റൗണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും, അതിനെയാണ് റൗണ്ട് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ടൈപ്സ് ഓഫ് നോട്ട്. നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന അടുത്ത ഡിഫക്റ്റാണ് റിൻഡുകൾ. ഓക്കെ, റിൻഡുകൾ നോക്കാം. റിൻഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിമ്പറിനെ, ട്രീസിനെ നമ്മൾ ഇംപ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വെല്ലിങ് സംഭവിക്കും. ഓക്കെ, ഇതുപോലൊരു സ്വെല്ലിങ് സംഭവിക്കും, അതിന് പെക്കൂലിയർ സ്വെല്ലിങ് എന്ന് പറയാം. ഓക്കെ, ഈ പെക്കൂലിയർ സ്വെല്ലിങ് സംഭവിക്കുന്നതിനെയാണ് റിൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ട്രീനെ ഇംപ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വെല്ലിങ് സംഭവിക്കും, അതിനെ പെക്കൂലിയർ സ്വെല്ലിങ് എന്ന് പറയാം, അതിനെയാണ് റിൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഷേക്ക്. ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്രാക്ക് ഫോം ചെയ്യുമല്ലോ, ക്രാക്ക് ടിമ്പറിനെ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഭാഗത്തായിട്ടോ ക്രാക്ക് ഫോം ചെയ്യും, അതിനെയാണ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. ആദ്യത്തേതാണ് കപ്പ് ഷേക്ക്. ഓക്കെ, കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആനുവൽ റിങ്സിൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്രാക്ക് ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ക്രാക്കാണ്. ഓക്കെ, കർവ്ഡ് ക്രാക്ക് പാർട്ട്ലി സെപ്പറേറ്റിംഗ് ദ ആനുവൽ റിങ്ങിനെ പാർട്ട്ലി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും, അതായത് ഫുള്ളായിട്ട് ആ ക്രാക്ക് ഫോം ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്രാക്ക് ഫോം ചെയ്യും, അതാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് റിംഗ് ഷേക്ക്. റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ കപ്പ് ഷേക്ക് തന്നെ ഒരു ആനുവൽ റിങ്സിനെ ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ആനുവൽ റിങ്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്യും, അതിനെയാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത് കണ്ടല്ലോ, ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ആനുവൽ റിങ്സിനെ കവർ ചെയ്യും, അതിനെയാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ പിത്ത് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കും ആ ഒരു ക്രാക്ക്. ഇതൊക്കെ ക്രാക്കാണ്. ഓക്കെ, ഈ ക്രാക്ക് പിത്ത് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കും, അതിനെയാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് എന്ന് പറഞ്ഞാൽ പിത്ത്. ഓക്കെ, ഹാർട്ട് പിത്ത് അങ്ങനെ ഓർമ്മിച്ചാൽ മതി. പിത്ത് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കുന്ന ക്രാക്കിനെയാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സ്റ്റാർ ഷേക്ക്. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ബാർക്ക് മുതൽ സാപ്പ് വരെ, ഓക്കെ, ഔട്ടർ ബാർക്ക് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കുന്നതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ ബാർക്ക് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കുന്നതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ഇത് ഔട്ടറിൽ നിന്ന് ഇന്നറിലോട്ട് പോകുന്തോറും നാരോ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നാരോ ആയിരിക്കും, അതായത് ഇതിൻ്റെ സൈസ്, ക്രാക്കിൻ്റെ സൈസ് കുറഞ്ഞു വരും, അതാണ് സ്റ്റാർ ഷേക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ബാർക്ക് മുതൽ സാപ്പ് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കുന്നതിനാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ഇത് അകത്തോട്ട് പോകുന്നതും അതിൻ്റെ ക്രാക്സ് നാരോ ക്രാക്സ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ അടുത്തതാണ് റേഡിയൽ ഷേക്ക്. റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ പിത്ത് മുതൽ അല്ലെങ്കിൽ ബാർക്ക് മുതൽ പിത്ത് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കും, ഈ ക്രാക്ക് ബാർക്ക് മുതൽ പിത്ത് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കും, ഇത് ഫൈൻ ആൻഡ് ന്യൂമറസ് ക്രാക്ക് ആയിരിക്കും. ഓക്കെ, ഇത് ഫൈൻ ആൻഡ് ന്യൂമറസ് ക്രാക്ക് ആയിരിക്കും റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ ബാർക്ക് മുതൽ പിത്ത് വരെ അത് എക്സ്റ്റെൻഡ് ആയിരിക്കും, പക്ഷേ അവിടെ ഫൈൻ ആൻഡ് ന്യൂമറസ് ക്രാക്ക് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് റേഡിയൽ ഷേക്ക്. ദെൻ അടുത്തതാണ് ട്വിസ്റ്റഡ് ഫൈബർ അല്ലെങ്കിൽ വാണ്ടറിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ടിമ്പറിൻ്റെ അല്ലെങ്കിൽ ട്രീസിൻ്റെ യങ്ങർ ഏജിൽ തന്നെ ശക്തമായ കാറ്റ് മൂലം അത് ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് സംഭവിക്കും. ഓക്കെ, ഇതുപോലെ ട്വിസ്റ്റ് സംഭവിക്കും, അതിനെയാണ് ട്വിസ്റ്റഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇത് ടിമ്പറിൻ്റെ ട്രീസിൻ്റെ യങ്ങർ ഏജിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് മൂലം, വിൻഡ് മൂലമൊക്കെ ഒരു സൈഡിലോട്ട് അതിന് ട്വിസ്റ്റ് സംഭവിക്കും. ഓക്കെ, അതിനെയാണ് ട്വിസ്റ്റഡ് ഫൈബർ അല്ലെങ്കിൽ വാണ്ടറിങ് ഹാർട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് അപ്സെറ്റ് ഓർ റപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിമ്പർ അല്ലെങ്കിൽ ട്രീസ് പെട്ടെന്ന് മുറിയുകയോ പെട്ടെന്ന് ഇങ്ങനെ
അൺഇവനായിട്ട് മുറിയുകയോ ട്രീസ് മുറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ട്രീസ് മറിയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ കിടന്നിട്ട് അതിൻ്റെ ഫൈബറിന് ഇതുപോലെ ഒരു കംപ്രഷൻ സംഭവിക്കും. ഓക്കെ, അതിനെയാണ് അപ്സെറ്റ് ഓർ റപ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഫെല്ലിംഗ് മൂലം ട്രീസിന് സഡൻ ആയിട്ടുള്ള ഫെല്ലിംഗ് മൂലം അതിന് ഫൈബറിന് കംപ്രഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ പെട്ടെന്നുള്ളൊരു അൺഇവനായിട്ടുള്ളൊരു ക്രഷിങ് സംഭവിക്കുകയോ ചെയ്യുന്നതിനെയാണ് അപ്സെറ്റ് ഓർ റപ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വാട്ടർ സ്റ്റെയിൻ. വാട്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടിമ്പർ പീസിൽ കുറച്ചൊരു വാട്ടർ കടന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലൊരു സ്റ്റെയിൻ പോലെ ഫോം ചെയ്യും. അവിടെ ഒരു കളർ ഡിസ്കളറേഷനൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരു സ്റ്റെയിൻ പോലെ ഫോം ചെയ്ത് കിടക്കും. അതിനെയാണ് വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വിൻഡ് ക്രാക്ക്. ഇവിടെ വിൻഡ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രീസ് അറ്റ്മോസ്ഫിയറിക്കുമായിട്ട് എക്സ്പോസ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ക്രാക്കിംഗ് ഒക്കെ സംഭവിക്കും. ക്രാക്കൊക്കെ ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് വിൻഡ് ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രീസ് അറ്റ്മോസ്ഫിയറിക് ഏജൻസുമായിട്ട് എക്സ്പോസ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു അല്ലെങ്കിൽ ക്രാക്കൊക്കെ ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് വിൻഡ് ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നാച്ചുറൽ ഫോഴ്സസ് കൊണ്ടുള്ള ഡിഫക്റ്റ്.